ഇല്ല. ഗൗതം, ഇന്നലെ രാത്രി 9:30 കള്ളർകോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷനിൽ നടന്ന അപകടം സത്യത്തിൽ അതൊരു അപകടത്തിനപ്പുറം മനഃപൂർവ്വമല്ലാത്ത കൊലപാതകമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 6 പേർ സഞ്ചരിക്കേണ്ട വാഹനത്തിൽ ഏകദേശം 11 പേർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ വാഹനം പറന്നു വരുന്ന രീതിയിലായിരുന്നു എന്നാണ് ആ ബസ്സിന്റെ കണ്ടക്ടർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതായത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ആലപ്പുഴയിലേക്ക് വന്ന കാറുമായി കൂട്ടിയിടിച്ചത്. ഈ കാറിൽ ഉണ്ടായിരുന്നവരെല്ലാം പണ്ടാന മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. എല്ലാവർക്കും മരിച്ച 5 പേർക്കും 19 വയസ്സേ ഉള്ളൂ. മാത്രമല്ല, ഇവർ സിനിമ കാണാൻ പോയ വഴിക്കാണ് ഒരു ടവേര കാറ് വാടകയ്ക്കെടുത്ത് അതിലാണ് പോയത്. അതിൽ ഈ പിന്നെ ആളുകൾ പറയുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ബസ്സും ഈ ടവേരയും ലോക്കായിപ്പോയി. പിന്നീട് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുക്കുന്നത്. ബസ്സിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ പുറത്തെടുക്കുമ്പോൾ തന്നെ ഈ ടവേരയിൽ ഉണ്ടായിരുന്ന 3 പേർക്ക് അനക്കമില്ലായിരുന്നു. അത്ര ആഘാതത്തിലായിരുന്നു കാർ ഇടിച്ചത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ശരിക്കും ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് വളരെ അതെ, നമ്മളത് കാണിക്കുന്നുമുണ്ട്. പക്ഷേ ഈ 19 വയസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ പ്രായമൊന്നുമല്ല. പ്രത്യേകിച്ച് MBBS പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കറിയില്ലേ ഒരു വാഹനം അമിത സ്പീഡായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്താണ് ആവശ്യത്തിൽ കൂടുതൽ, അതായത് 6 പേരാണോ കയറേണ്ട ഒരു വാഹനത്തിൽ 11 പേര് കയറിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇതിൽ KSRTCയുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അവരതിൽ പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നത്, അമിത വേഗത്തിലായിരുന്നു പ്രധാനപ്പെട്ടിട്ട്. അതായത് വളരെ വല്ലാത്ത മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമിത വേഗത്തിലായിരുന്നു കാറ് വരുന്നുണ്ടായിരുന്നത്. കണ്ണ് മങ്ങിയെന്ന് പറയുന്നത് അമിത മഴ ശക്തമായ മഴ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് ഈ ടവേര ഓടിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിക്ക് റോഡ് നന്നായിട്ട് കാണാൻ സാധിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നല്ല ശക്തമായ മഴ, അത്യാവശ്യ സ്പീഡൊക്കെ കുറച്ച് ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളെന്ന് പറയുന്ന അവർക്ക് സത്യത്തിൽ കാറും ബൈക്കും എല്ലാം അങ്ങനെയാണ്. നമ്മൾ റോഡിലൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ഇവൻ വായുഗുളിക വാങ്ങാൻ പോവുകയാണ്, വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേക്കുന്നത് എന്നൊക്കെ പറയും. കാരണം ഈ വാഹനം എടുത്തിറങ്ങുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ പോയതുപോലെ തന്നെ തിരിച്ചു വരണേ. കാരണം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്, എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. ഇവിടെയും ശക്തമായ മഴയാണ്. നാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ കുറച്ചുകൂടി പക്വതയോടു കൂടി പെരുമാറേണ്ടവരാണ് അവർ. കാരണം 1ാം വർഷ വിദ്യാർത്ഥികൾ തുടക്കമാണ് അവരുടെ ഒരു MBBS ഡോക്ടറിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ശക്തമായ മഴയത്തൊക്കെ ഒരു കാറും കൊണ്ട് ഇറങ്ങുമ്പോൾ, അതും കാറിൽ 6 പേർ കയറേണ്ട കാറിൽ 11 പേർ, അപ്പം തന്നെ കാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഈ സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാറ് പോകും. പിന്നെ അമിത വേഗവും കൂടി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ ബൈപ്പാസിൽ കടലിന് മീതെ ഒരു പാലം, ആ പാലം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് കളർകോട് ജംഗ്ഷൻ. അപ്പൊ അമിത വേഗത്തിൽ പോയപ്പോൾ ബസ് എന്നിട്ട് ഈ കാറ് ഇടിച്ചു കയറുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും CCTV ദൃശ്യങ്ങളിൽ. സത്യത്തിൽ ഈ ടവേരയുടെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്തുണ്ടായിരുന്ന ആര് രക്ഷപ്പെടില്ല എന്നുള്ളത്. പക്ഷെ ഒരു കുട്ടിയുടെ കൂടി അവസ്ഥ ഗുരുതരമെന്നാണ് പറയുന്നത്. 6 പേർ മരിച്ചു, 5 പേര് മരിച്ചു. അതിൽ ഒരാളുടെ 2 പേരുടെ അവസ്ഥ അതീവ ഗുരുതരമെന്നാണ്. ബാക്കി 6 പേരുടെ അവസ്ഥയും അവരും ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിൽ KSRTC പറയുന്നത് അമിത വേഗത്തിലെത്തിയ കാറ് ബ്രേക്ക് ചെയ്തുവെങ്കിലും മഴയത്ത് തെന്നി ബസ്സിന് നേരെ വരികയായിരുന്നു. ഇത് കണ്ട് ഡ്രൈവർ ഇടതുവശം ചേർത്ത് നിർത്തിയെങ്കിലും ബസ്സിന്റെ മുൻവശത്ത് കാർ ഇടിച്ചു കയറുകയായിരുന്നു ഈ KSRTCയുടെ റിപ്പോർട്ടിലുണ്ട്. കാർ ഓടിച്ചയാളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് അപകടമുണ്ടായതുമെന്നാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്കാണ് ഈ കാർ ഇടിച്ച് കയറിയത്. അപ്പം ധന്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഈ 19 വയസ്സുള്ള കുട്ടികളാണ്. അവർ അത്രയും ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ പഠിക്കാനായിട്ട് പോയത്. പക്ഷെ ഒരു രാത്രി അവരുടെ ജീവൻ, ഈ 5 പേരുടെയും ജീവൻ പെട്ടെന്ന് അപഹരിച്ചു, നഷ്ടപ്പെട്ടു. അത് കൃത്യമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ
പിഴവ് ഒരു കാരണം തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ചൂണ്ടിക്കാണിക്കേണ്ടി അതിപ്പോ ആളുകൾ വരും. കാരണം രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആഘോഷത്തിന്റെ പുറത്ത് ഇവരിനി വല്ല ലഹരിക്കും അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇവർ വാഹനം ഓടിച്ചത് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്? യഥാർത്ഥത്തിൽ ഇവിടെ ഇതിന്റെ വേഗത വളരെ കുറവായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 40 കിലോമീറ്റർ ആ ഒരു 40 ഒക്കെയാണ് വന്നിരുന്നതെങ്കിൽ തന്നെ വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പം പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതിൽ ഈ സ്പീഡ് നിയന്ത്രണത്തിൽ അതിലും അപ്പുറത്തുള്ള ഒരു സ്പീഡ് ശരിക്കും പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 19 വയസ്സുള്ള കുട്ടികൾക്ക് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ 18 വയസ്സാകുമ്പോൾ ലൈസൻസ് കിട്ടും നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും 20 വയസ്സായിട്ടും കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ അറിയാത്ത ആളുകളാണ് നമ്മുടെ നിരത്തുകളിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലുമുള്ള റൂൾസോ റെഗുലേഷൻസോ റോഡിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്നൊന്നും മനസ്സിലാക്കാതെ തനിക്ക് തോന്നിയ രീതിയിൽ വാഹനം ഓടിക്കുക എന്നുള്ള രീതിയിൽ പല ആളുകളും മുതിരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ ജീവൻ അപകടത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാമെന്ന് അവർ തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഈ കുട്ടികളുടെ ഈ ഒരു മരണപ്പെട്ടതിൽ നമുക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ട്. കാരണം യുവാക്കളാണ് കേരളത്തിൻ്റെ ആയാലും ഇന്ത്യൻ്റെ ആയാലും എല്ലാം ഭാവി എന്ന് പറയുന്നത് യുവാക്കളാണ്. ആ യുവാക്കൾ ഇത്തരം അപകടങ്ങളിലൊക്കെ മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അതിനപ്പുറം വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ്, സർക്കാർ മെഡിക്കൽ കോളേജാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച എൻട്രൻസ് എക്സാമിലൊക്കെ നല്ല മികവ് നേടിയ കുട്ടികൾക്ക് കിട്ടുന്നതാണ് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊക്കെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും നല്ല ബുദ്ധിയും വിവരവും പഠിത്തത്തിലൊക്കെ നല്ല അറിവുള്ള കുട്ടികളായിരിക്കാം. പക്ഷെ വാഹനം കൈ കിട്ടിക്കഴിയുമ്പോൾ അവരുടെയൊക്കെ രീതി മാറുമല്ലോ. പ്രത്യേകിച്ച് രാത്രി നല്ല മഴ, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നോ നമുക്കറിയില്ല. അതൊക്കെ ശാസ്ത്രീയമായി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ, ഈ അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിള്ളേരുടെ മൂഡ് തന്നെ അങ്ങ് മാറും. പിന്നെ അവർ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. പിന്നെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിലുള്ള ഒരാളൊരു തമാശ പറഞ്ഞാൽ ഒന്ന് പോടാന്ന് പറഞ്ഞ് ചിരിക്കാൻ തിരിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകാം. ഈ പറയുന്നത് പോലെ 19 വയസ്സായ പിള്ളേർക്കൊക്കെ ലൈസൻസ് 18 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാം. 18 തികയാൻ വേണ്ടി കാത്തിരിക്കും. ലൈസൻസ് ആണ് പ്രധാനം. ലൈസൻസ് എടുക്കുക, വാഹനം ഓടിക്കുക, അതാണ് ആത്യന്തികമായി. ഒരു 25-26 വയസ്സ് വരെയൊക്കെ മൈൻഡിൽ ഈ ഒരു അടിച്ചുപൊളി മൂടായതുകൊണ്ട് നമ്മുടെ നിരത്തുകളിലൂടെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന എത്ര ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ലൈസൻസ് പോലും ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും അപ്ലൈ ചെയ്യാതെ, അതൊന്നും എടുക്കാതെ വാഹനം ഓടിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വാഹനങ്ങളൊക്കെ വാങ്ങി ഓടിക്കാനൊക്കെ പഠിച്ച് നിരത്തുകളിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം, ഇത്തരം ആളുകൾ ലൈസൻസ് ഉള്ളവരാണോ, ഇവർക്ക് കൃത്യമായ പരിശീലനമൊക്കെ ലഭിച്ചിട്ടുള്ളവരാണോ ഈ വാഹനം ഓടിക്കുന്നത് എന്ന ഭാഗത്തിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഞാൻ പറയട്ടെ, കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഒരുപാട് ആളുകളെ നമ്മൾക്ക് അത്തരം രീതിയിൽ പരിചയമുള്ള ആളുകൾ, അതായത് ഇന്ത്യ മുഴുവൻ ലൈസൻസ് ഇല്ലാതെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് വാഹനത്തിൽ. അവർക്ക് ഭയമില്ല, കാരണം പോലീസ് അത്ര അന്വേഷണമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അത്തരം ആ ഒരു നിയമത്തെ പുല്ല് വില കൽപ്പിക്കുന്ന നിയമത്തിന് ഭയമില്ല. ആ നിയമത്തിന് ഭയമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്നാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് MVDയുടെ ഭാഗത്തുനിന്നൊക്കെ, പിന്നെ പ്രത്യേകിച്ച് ശക്തമായ മഴ, ഈ സമയങ്ങളിൽ രാത്രി എങ്ങനെയാണ് പരിശോധനയ്ക്കൊക്കെ ഇറങ്ങുന്നത്? അവരും മനുഷ്യരല്ലേ. ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിലും രാത്രി പരിശോധനകളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊക്കെ നോക്കുന്നതാണ്. അമിത സ്പീഡിൽ റോങ് വേയിലൊക്കെ കയറിപ്പോകുന്ന വാഹനങ്ങളുടെ ഫോട്ടോ. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവരുടെ ജീവൻ, അവരിപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ? അവർ ലൈസൻസ് പിന്നെ എടുത്തതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിക്കാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പിന്നെ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇതെല്ലാം ഓരോ പൗരൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. അതിന് നമ്മളത് കേൾക്കാതെ വരുമ്പോഴാണ് അവർ ഈ പിഴ ഈടാക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും ഇവർ സ്വയം ഒന്ന് നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ. ഇപ്പോൾ 2 പേർക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും ഈ ഒരു നിയമലംഘനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ കണ്ടുവരുന്നൊരു ഈ ട്രാഫിക് നിയമലംഘനം. ഞാൻ ഇതിനിടയിൽ ഹൈദരാബാദിൽ പോകുന്നുണ്ടായി. അവിടെ എനിക്ക് നിരത്തിലൂടെ വണ്ടിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി. സിഗ്നൽ കൃത്യമായിട്ട് ആരും പാലിക്കില്ല. തോന്നിയ റോങ് സൈഡിലൂടെ, ഹൈദരാബാദ് പോലുള്ളൊരു നഗരം കേട്ടോ, അവിടെയാണ് ഹെൽമെറ്റ് പോലും ധരിക്കാതെ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട്
അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് 2 ഹെൽമെറ്റൊക്കെ വെച്ച് ധരിക്കേണ്ട അവസ്ഥ കേരളത്തിലാണല്ലോ ഇത്രയും സ്ട്രിക്റ്റ് എന്ന് നമുക്ക് ആലോചിച്ച് പോകും. ഇത്തരം മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ട, ഹെൽമെറ്റ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം, സിഗ്നൽ കാക്കേണ്ട, സിഗ്നൽ ഇല്ലാതെ റോങ് സൈഡിലൂടെയൊക്കെ എടുത്തു പോകാം. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു സിസ്റ്റം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇത് പല നിയമലംഘനങ്ങൾക്കും പല അപകടങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. അതൊരു വളരെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ, പറഞ്ഞ് അവസാനിപ്പിക്കാം. കുട്ടികളെ, നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതും വാഹനം ഓടിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടും പക്വതയോടും കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ നഷ്ടം നിങ്ങളുടെ കുടുംബത്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകും.